ഹലോ മച്ചാമാരെ, പെട്ടെന്ന് തന്നെ നമ്മുടെ ലോകം കരയെല്ലാം മാഞ്ഞു പോവുകയും ആ കരയിലെല്ലാം വെള്ളമൊന്ന് നിറയുന്നത് നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയേ. അതുപോലത്തെ ഒരു കഥയിലോട്ടാണ് ഞാൻ നിങ്ങളിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ ലോകത്തുള്ള എല്ലാ കരയും മഞ്ഞുരുകി ആ വെള്ളം കൊണ്ട് നിറയുകയാണ്. എവിടെ നോക്കിയാലും കടൽ മാത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അങ്ങനെ ജീവിക്കുന്നവരുടെ കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. ദ വാട്ടർ വേൾഡ്. അവർ എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുന്നത്, ഇനി അവർ ഏതെങ്കിലും ഒരു കര കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവരെങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കും എന്നെല്ലാം പറയുന്നൊരു വേറെ ലെവലൊരു കഥയാണ്. അപ്പോൾ എനിക്ക് വേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ആ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തതിന് വളരെയധികം ഉപകാരമാണ്. മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. കഥയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനെയാണ്. കഥാനായകൻ്റെ പേരാണ് മറൈനർ. അവനിങ്ങനെ കടലിൽ കൂടെ ഒരു ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് ഇപ്പോൾ സർവൈവ് ചെയ്യുന്ന എല്ലാവരൊക്കെ ഒരു ബോട്ട് ഉണ്ടാവും. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ മാത്രമാണ് സർവൈവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മറൈനറിനെ കാണിക്കുകയാണ്. അവനാണ് വെള്ളമില്ലാത്തതുകൊണ്ട് അവൻ്റെ മൂത്രം തന്നെ അവൻ കുടിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് താഴത്ത് പോയി മീനൊക്കെ പിടിച്ചാണ് അവൻ മറൈനറെ സർവൈവ് ചെയ്യുന്നത്. പിന്നെ അവൻ്റെ കപ്പലിൽ തന്നെ ചെറിയൊരു നാരങ്ങയുടെ തയ്യൊക്കെ ഉണ്ട്. അതിൽ നിന്ന് നാരങ്ങയൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ടാണ് അവൻ സർവൈവ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ ബോട്ടൊക്കെ ഉണ്ടാക്കി അവരും സർവൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കടലിൻ്റെ അടിയിലോട്ട് പോവുകയാണ്. എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കാൻ വേണ്ടി, അത് മീനോ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കാൻ വേണ്ടി നേരെ കടലിൻ്റെ അടിയിലോട്ട് പോവുകയാണ്. കടലിൻ്റെ അടിയിൽ നിന്ന് പോയിട്ട് നേരെ കടലിന് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് വേറൊരു ബോട്ടുകാരൻ അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വന്നാൽ മതി, അവിടെ എല്ലാ സാധനവും കിട്ടുമെന്ന് പറയുകയാണ്. ഒന്ന് പോടാ, ആരെയും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മളെ കൊല്ലാൻ പോലും മടിക്കില്ല കേട്ടോ. അങ്ങനെ മറൈനർ ആദ്യം മടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവനെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്നെ ഷൂട്ട് ചെയ്യാൻ ചെയ്യുന്നതും വേണ്ട, നിനക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാണ്. അങ്ങനെ എല്ലാ കഥയിലും കുറച്ച് വില്ലന്മാരുണ്ടാവുമല്ലോ. ഈ കഥയിലും കുറച്ച് വില്ലന്മാരുണ്ട്. കാരണം കടലിലുള്ള ആൾക്കാരെ ഉപദ്രവിച്ച് അവരെ സ്വത്തും അവരെ ഫുഡൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കേട്ടോ. അവരിപ്പോൾ നേരെ മറൈനറിൻ്റെ നേരെ വരികയാണ്. മറൈനറിൻ്റെ ആ നാരങ്ങ ഇവ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാണിച്ചുകൊണ്ട് നമ്മുടെ മറൈനറിൻ്റെ ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ മറൈനറിന് ആകെ കഴിക്കോളം നാരങ്ങയാണ് അവൻ മോഷ്ടിച്ച് പോയിരിക്കുന്നത്. പിന്നെ നേരെ അവൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. ഇതേ സമയത്ത് കടൽ കൊള്ളക്കാരും അവരുടെ പുറകെ വരികയാണ്. അങ്ങനെ മറൈനർ ഇത് കാണുന്നുണ്ട്, ഇവൻ്റെ പുറകെ വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഫുഡ് എന്തായാലും മോഷ്ടിച്ച് അവനക്ക് എന്തെങ്കിലും പണി കൊടുക്കണമല്ലോ, അവനെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം മറൈനർ വേഗം ദിശ തിരിച്ചുകൊണ്ട് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. അതായത് വേറെ സ്ഥലത്തോട്ടൊന്നുമല്ല, നേരത്തെ മറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ട് പോയാൽ മതിയെന്ന്. ആ ഒരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ നമ്മുടെ മറൈനർ വെച്ച് പിടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവനാണ് ആ കടൽ കൊള്ളക്കാരെ കയ്യിൽ പിടിപെടുകയും പിന്നെ അവൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അവൻ്റെ കാര്യം ആകെ അധോഗതിയാണ്. അങ്ങനെ നമ്മുടെ മറൈനറാണെങ്കിൽ നേരെ അവരെല്ലാം വെച്ച് പിടിച്ച്, കണ്ടോടാ നിന്നെ ഇപ്പോൾ അവന്മാർ തീർത്തോളും, എനിക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മറൈനർ അവിടെ നേരെ അവൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തകരപ്പാട്ടയും കൊണ്ട്, അതായത് നമ്മൾ കാട്ടിക്കൂടെ സഞ്ചരിക്കുമ്പോൾ ചില സ്ഥലത്ത് ചില ദ്വീപുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ കുറച്ച് ഒരു സ്ഥലത്ത് ചെറിയൊരു ലാൻഡ് പോലെ കേട്ടോ. അങ്ങനെ അവനവിടെ വരുമ്പോൾ ആദ്യം അവനെ കടത്തി വിടുന്നൊന്നുമില്ല, ഭയങ്കര സെക്യൂർ ആണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ മണ്ണ് വിൽക്കാൻ വേണ്ടി വന്നതാണ്, മണ്ണ് പൊന്നും വിലയാണ്, മണ്ണ് കൊടുത്താൽ എന്തും കിട്ടും അവിടെ. കാരണം ലാൻഡിൽ ആ സ്ഥലത്ത് മണ്ണിന് നല്ല വിലയായിരിക്കുമല്ലോ. അങ്ങനെ ആ മണ്ണെടുത്ത് നമ്മുടെ മറൈനർ കാണിക്കുകയാണ്, ഈ ഒരു മണ്ണ് വിൽക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്, എന്നെ അകത്തോട്ട് പ്രവേശിപ്പിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു കോട്ടോ അതിൽ തുറന്നു കൊടുക്കുകയാണ്. മറൈനർ നേരെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇവനെ നോക്കുന്നുണ്ട്, ഇവനിപ്പോൾ എവിടെ നിന്ന് പൊട്ടി വന്നതാണ്, ഇവൻ എവിടെ നിന്ന് ഇത്ര നാൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. വലിയൊരു കോട്ടൊന്നും അല്ല, ഒരു തകരപ്പെട്ടയും കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ്. കുറേ ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട്, ഒരു ഗോത്രം പോലെയാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറൈനർ വരുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇനി വല്ല കൊല്ലാൻ വേണ്ടിയാണോ, ഇനി വല്ല ദുഷ്ടശക്തിയാണോ, അങ്ങനെ എല്ലാ ആൾക്കാരും നോക്കി നിൽക്കുകയാണ്. മറൈനർ നേരെ അവൻ്റെ കപ്പലിൻ്റെ അകത്തോട്ട് കയറ്റുകയാണ്. മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഒരുത്തൻ്റെ കയ്യിൽ കൊണ്ടുപോയി മണ്ണ് കൊടുക്കുകയാണ്. അവൻ ആ മണ്ണെടുത്ത് കഴിച്ചുകൊണ്ട് പറയും, ഇത്രയും വളക്കുറുള്ള മണ്ണ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഈ മണ്ണ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ മണ്ണ് അവൻ വാങ്ങുകയാണ്. എന്നിട്ട് ആവശ്യമുള്ള സാധനം ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടി, അത് മറൈനർ കൊടുക്കാൻ വേണ്ടി അവൻ പറയുകയാണ്. അങ്ങനെ മറൈനർ തക്കാളിയും കുറച്ച് വെള്ളവും ഇതെല്ലാം ആ മണ്ണ് കൊടുത്തിട്ട് നമ്മുടെ മറൈനർ വാങ്ങുകയാണ് കേട്ടോ. അങ്ങനെ മറൈനർ കാര്യങ്ങളെല്ലാം വാങ്ങി ആ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ ശരിക്കും പഠിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ ഇത്ര നാൾ ജീവിച്ചതെന്ന് എല്ലാ കാര്യം. കാരണം റേഷൻ കട പോലെയാണ്. കാരണം അവർ പണ്ടത്തെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു സാധനം കൊടുത്ത് ഒരു സാധനം വാങ്ങുക എന്നുള്ള സിസ്റ്റമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും എല്ലാ സ്ഥലത്തും ഉണ്ടാകുമല്ലോ ഒരു ചൊറിയന്മാർ. ആ ചൊറിയന്മാർ നമ്മുടെ മറൈനറെ ചൊറിയുകയാണ്. ഇതേ സമയത്ത് കാണിക്കുന്ന നമ്മുടെ കഥാനായിക ഒന്ന് കാണിച്ച്, അവളുടെ പേരാണ് ഹെലന. ഹെലനയുടെ കൂടെ ഒരു കൊച്ചുമുണ്ട്. ആ കൊച്ചു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കഥയിൽ കേട്ടോ. അങ്ങനെ നമ്മുടെ മറൈനർ പോകുന്ന സമയത്തായിരിക്കും കുറേ ആൾക്കാർ മറൈനറെ ചൊറിയുകയാണ്, ഇവൻ ഇവിടെ ഉള്ളതൊന്നും അല്ലല്ലോ, എടാ അവിടെ നിന്നേ, നീ എവിടെ ഉള്ളതാണ്,
അവൻ മറൈനർ അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അവൻ പറയുകയാണ് ഞാനിവിടെയൊക്കെ തന്നെ ഉള്ളതാണ്. ഇതേ സമയത്ത് അവരായിട്ട് ചെറിയൊരു കശപ്പിശ വരികയാണ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളാവുകയാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും മറൈനറിൻ്റെ ചെവിയുടെ ബാക്ക് നോക്കുമ്പോൾ ഇവരാകെ അതിശയപ്പെട്ട് പോവുകയാണ്, കാരണം അവനൊരു മ്യൂട്ടേഷനാണ്. കാരണം ഈ കുറേ നാൾ വെള്ളത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ ഒക്കെ സ്വഭാവം വരില്ല, അതേപോലെ ചെകളുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മറൈനർ. ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വരികയാണ്. ഇങ്ങനത്തെ ഒരു വ്യക്തിയെ അവർ കൊന്നു കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൊന്നു കളയാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ മറൈനർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മറൈനർ അവൻ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവൻ ഒരു വിധത്തിൽ നേരെ കടലിലോട്ട് ചാടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ വലയിട്ട് പിടിച്ച് അവനെ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചിരിക്കുകയാണ്. ഇനി വധശിക്ഷ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം, എന്ത് രീതിക്കാണ്. ഇതാണ് നമ്മുടെ ഹെലന, നമ്മുടെ കഥയിലെ നായികയാണ്. നമ്മുടെ ഹെലനയുടെ കൂടെ നോറ എന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ അവനെ നേരെ പിടിച്ച് മുകളിലോട്ട് കയറ്റുകയാണ് നമ്മുടെ നായകനെ പിടിച്ച് മുകളിലോട്ട് കയറ്റുകയാണ്. ഇവനെ വധശിക്ഷയ്ക്ക് വിധിക്കണം, ഇവനെ ചെളിയെ മുക്കി കൊല്ലാൻ വേണ്ടിയാണ് അവിടുത്തെ ഒരു നാട്ടുരാജാവ് പോലത്തെ ഒരുത്തൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവനെ കൂട്ടിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ കൂട്ടി വെച്ചിട്ട് അവൻ എങ്ങനെ രക്ഷപ്പെടാൻ വഴിയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് ഒരു മാഡ് സയൻറ്റിസ്റ്റ് ഉണ്ട്. നമ്മുടെ എനോറയുടെ പുറത്തൊരു മാപ്പ് ഉണ്ട്. ആ മാപ്പ് ലാൻഡിലോട്ടുള്ള വഴിയാണെന്നാണ് ഇപ്പോഴും ഇവർ വിചാരിക്കുന്നത്. നമ്മുടെ ഹെലനയുടെ മോള് പോലെയാണ്, അതായത് മോളെ പോലെ നോക്കുന്നതാണ് നമ്മുടെ ഹെലന. നമ്മുടെ കഥാനായകി മോളെ പോലെ നോക്കുന്നതാണ് നമ്മുടെ എനോറേനെ. എന്നിട്ട് എനോറ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, അതായത് ആ മാഡ് സയൻറ്റിസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഹെലനെ പറയുകയാണ് നമ്മുടെ മറൈനർ അവൻ എവിടെ നിന്നോ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മണ്ണ് എവിടെ നിന്നാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാൻഡിലോട്ട് പോകാനുള്ളൊരു സ്ഥലം കിട്ടും, കാരണം ലാൻഡില്ലാണ്ട് ഒരിക്കലും മണ്ണെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് ആ മാഡ് സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മുടെ ഹെലനെ പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മാഡ് സയൻറ്റിസ്റ്റാണ് നേരെ നമ്മുടെ മറൈനറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ മറൈനറെ ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്നാണ് ഈ മണ്ണ് കൊണ്ടുവന്നത്, നീ ഞങ്ങൾ ആ ലാൻഡുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? അവിടെ മറൈനർ ചോദിക്കുന്നുണ്ട്, എന്നെ ഇവിടെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ടുപോകാം. എൻ്റെ പൊന്നു മോനെ, അത് മാത്രമേ നീ പറയല്ലേ, ഈ വയസ്സാങ്കാലത്ത് എനിക്ക് അടി കൊണ്ട് ചാവാൻ വേണ്ടി വയ്യ എന്ന് പറയുകയാണ്. എന്നെ രക്ഷപ്പെടുത്തിയാൽ മാത്രമാണ് ഞാൻ ആ ലാൻഡിലുള്ള സ്ഥലം നിങ്ങൾക്ക് കാണിച്ച് തരുകയുള്ളൂ. ശരിക്കും ലാൻഡിലുള്ള സ്ഥലമുണ്ടോ, നമ്മുടെ മറൈനർ ആ സ്ഥലം അറിയാമോ, എന്നിട്ട് ഇവൻ എന്താ രക്ഷപ്പെടാത്ത എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ വരുന്നത് അറിയാൻ നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ അവിടെ സീൻ കട്ടായിട്ട് രാവിലെ ആവുകയാണ്. നമ്മുടെ മറൈനറിനെ ഇന്നാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അവനെ നേരെ ചെളിയിലോട്ട് മുക്കിക്കൊല്ലാൻ തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. അങ്ങനെ ആ രാജാവ് ശിക്ഷ നടപ്പിലാക്കുകയാണ്, നേരെ ചെളിയിലോട്ട് മുക്കിക്കൊള്ളാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. ഇതേ സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ കടൽ കൊള്ളക്കാരുണ്ടല്ലോ, അതായത് എല്ലാ സ്ഥലത്തും ഒരു ദുഷ്ടശക്തി ഉണ്ടാവില്ല. ആ ഒരു ദുഷ്ടശക്തി ഈ ഒരു ദ്വീപിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടോളാൻ പറയുകയാണ്, കാരണം ഒരു തകരപ്പാട്ടൻ അവരെ കയ്യിൽ AK-47 മിസൈലും കണ്ട് ഹെലികോപ്റ്റർ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ അത് വെച്ചുകൊണ്ട് നേരെ ആ ഒരു ദ്വീപിനെ ചുറ്റും വളയുകയാണ്. പിന്നെ ആറഞ്ചം പൊണ്ണ വെടിവെക്കുകയാണെങ്കിൽ നമ്മുടെ കഥയിലെ വില്ലൻ ഒരു മൊട്ടയാണ്. നമ്മുടെ കഥയിലെ വില്ലൻ, ആ മൊട്ട നമുക്ക് മൊട്ട തന്നെ വിളിക്കാം. അങ്ങനെ പട്ടാന്ന് ഷൂട്ട് ചെയ്ത് ആ ഒരു തകരപ്പാട്ട് എല്ലാം നശിപ്പിച്ച് കളയുകയാണ്. മറൈനറിനെ വധശിക്കൊന്നും യാതൊരു താല്പര്യമില്ല, പക്ഷേ ആ ഒരു ക്രെയിനിന് വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. ഇതേ സമയത്ത് ആ കടൽ കൊള്ളക്കാരാണെങ്കിൽ മൊത്തം വളഞ്ഞ് അടിച്ച് നരപ്പാക്കുകയാണ്. എല്ലാവരും കൈ കിടന്ന് എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മാഡ് സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവനോട് എയർ ബലൂൺ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ മറൈനർ ആണെങ്കിൽ ആകെ പെട്ടിരിക്കുകയാണ്. നമ്മുടെ മാഡ് സയൻറ്റിസ്റ്റ് നമ്മുടെ ഹെലനെയും നമ്മുടെ എനോറനെയും വിളിക്കുക, മക്കളെ വേഗം ഓടി വന്ന് ഇത് കയറിക്കോളാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ആ ഒരു ബലൂൺ മുകളിലോട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെലനെയും നമ്മുടെ ഹെനോറക്കും ആ ഒരു ബലൂണിനകത്ത് കയറാൻ വേണ്ടി പറ്റുന്നില്ല. അവസാനം നമ്മുടെ ഹെലനക്ക് ആകെ ഒരു വഴിയുള്ളൂ, എങ്ങനെയെങ്കിലും മറൈനറെ രക്ഷപ്പെടുത്തിയിട്ട് ആ മണ്ണുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകണമെന്ന് പറയാനുള്ള ആകെ ഒരു വഴി മാത്രമാണുള്ളത്. ഇതേ സമയത്ത് നമ്മുടെ ഹെലനെ നേരെ ചെന്ന് അവനോട് ചോദിക്കുകയാണ്, നിന്നെ ഞാൻ രക്ഷിക്കാം, പക്ഷേ നീ എന്നെ ലാൻഡുള്ള സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് നമ്മുടെ മറൈനർ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹെലന നമ്മുടെ മറൈനറെ രക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ മറൈനർ നേരെ താഴത്തോട്ട് ചാടിയിട്ട് നേരെ നമ്മുടെ കപ്പലിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. പിന്നെ അവിടെ അടിപൂരമാണ് നടക്കുന്നത്. മറൈനറൊക്കെ അടിച്ച് നിരപ്പാക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഹെലനയും നോറയും കൂടി നമ്മുടെ മറൈനറെ ഇതിനെ പറ്റിച്ചുകൊണ്ടും പോവോ എന്നുള്ളൊരു രീതിയിൽ നേരെ ആ ഒരു തകരപ്പാടിൻ്റെ മുകളിലോട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ തകരപ്പാടിൻ്റെ മുകളിൽ കയറിയതിന് ശേഷം ഇവനെങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നമ്മുടെ ഹെലനയും നമ്മുടെ എനോറയും നോക്കുന്നുണ്ട്. നമ്മുടെ മൊട്ടയാണെങ്കിൽ അതാരത്, അവൻ ആരാ എന്നൊക്കെയുള്ള ചിന്തയിലാണ്. നേരെ ഒരു ബോംബ് എടുത്ത് ആ മൊട്ടയുടെ നേരെ ഇടുകയാണ്. മൊട്ട നേരെ താഴത്തോട് ചാടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മറൈനർ ആണെങ്കിൽ നമ്മുടെ ഹെലനയും കൊണ്ടും നമ്മുടെ എനോറയും കൊണ്ടും വന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ആ ദ്വീപ് ഫുൾ അടിച്ച് തകർക്കുകയാണ്. ആ മൊട്ടയുടെ ഒരു കണ്ണ് പോയിട്ടുണ്ട്, കണ്ണിൻ്റെ ഒരു പീസ് പോയിട്ടും അവർക്ക് ആ കൊച്ചിനെ കിട്ടണം. കാരണം ആ ഒരു മാപ്പ് കിട്ടാൻ വേണ്ടിയാണ്, അതായത് ലാൻഡിലോട്ട് പോകാനുള്ള മാപ്പ് ആ കൊച്ചിൻ്റെ പുറകെയാണ് ഉള്ളത്. ആ ഒരു കൊച്ചിനെ പിടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുത്തിനോട് ചോദിക്കുമ്പോൾ മറൈനറിൻ്റെ ഒപ്പം അവളും ആ കുട്ടി രക്ഷപ്പെട്ട് പോയെന്ന് പറയുകയാണ്.
ഇനി ഇവൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവനങ്ങോട്ട് തീർത്തേക്കാൻ വേണ്ടി നമ്മുടെ മുട്ട പറയുകയാണ്. മുട്ട നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല, ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ അടിമയായിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റുന്ന ഒരു മുട്ടയാണ്. അവനൊരു കണ്ണ് പോയിട്ടുണ്ടെങ്കിൽ അവനക്ക് ഒരു കുഴപ്പമില്ല. ഇതേ സമയത്താണ് മറൈനർ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി 3 പേർക്ക് എന്തായാലും ഈ കപ്പലിൽ വരെ പോകാൻ പറ്റില്ല, കാരണം ഭക്ഷണം വെള്ളം കുറച്ച് മാത്രമുള്ളത്. നീ ഒരു കാര്യം ചെയ്യും, ഹെലനോട് പറയുകയാണ് ആ കൊച്ചിനെ എടുത്ത് നേരെ നീ കടലിലോട്ടിട്, എന്നിട്ട് നമുക്ക് 2 പേർക്കും വേണ്ടി പോവാം. അപ്പോൾ ഹെലന പറയുകയാണ് അതൊരിക്കലും പറ്റില്ല, പ്ലീസ്, അതെനിക്ക് മോളെ പോലെയാണ്, നമുക്ക് എങ്ങനെയും അവളെയും കൊണ്ടേ പോയേ പറ്റൂ, അവൾ ഒരിക്കലും ഇടാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ എനോറയാണെങ്കിൽ അവിടെയുള്ള ഭിത്തിയിലൊക്കെ ഒരു ക്രയോൺസ് വെച്ച് വരയ്ക്കുകയാണ്. അവനെ കണ്ണ് പോയാൽ മുട്ടയാണെങ്കിൽ വേറൊരു കണ്ണൊക്കെ ഫിറ്റ് ചെയ്ത് എങ്ങനെയും അവനെ പിടിച്ചേ പറ്റൂ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അവനെ തപ്പി നേരെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ എനോറ, അതായത് നമ്മുടെ എനോറയാണെങ്കിൽ അവിടെയൊക്കെ വരച്ചിടുന്നത് നമ്മുടെ മറൈനറിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എടി നിൻ്റെ അടുത്ത് ആടി പറഞ്ഞു ഇവിടെയൊക്കെ വരച്ചിടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഹെലനെ പോയിട്ട് പറയും അയ്യോ ഒന്നും ചെയ്യില്ല, ഇനി വരയ്ക്കില്ല, ഇനി നീ ഇവിടെയൊക്കെ ഒന്ന് വരച്ചാൽ നിന്നെ നേരെ എടുത്ത് ഞാൻ കടലിലോട്ട് ഇടും, അതിന് ഒരു സംശയം വേണ്ട. അങ്ങനെ നമ്മുടെ എനോറോടെ നിന്ന് പിണങ്ങി പോവുകയാണ്. നമ്മുടെ മറൈനറുടെ അടുത്ത് നീ എന്തൊരു മനുഷ്യനാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മറൈനെ ദേഷ്യം പറഞ്ഞ് എടുത്ത് അന്നൊരു കാര്യം ചെയ്ത് നീ നേരെ കടലിലോട്ട് പൊക്കോളാൻ പറഞ്ഞ് എടുത്ത് നേരെ കടലിലോട്ട് ഇടുകയാണ്. അവിടെ ഹെലൻ ഒരു അറ്റടി മോന്ത കൊടുത്ത് എന്തൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് നേരെ ഹെലനാണെങ്കിൽ അവളെ ചാടി നേരെ പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വഴിയില്ലാണ്ട് നമ്മുടെ മറൈനർ തന്നെ അവർ രണ്ടിനെയും വലിച്ച് നേരെ അകത്തോട്ട് കയറ്റുകയാണ്. ഇതേ സമയത്താണ് വീണ്ടും കടൽ കൊള്ളക്കാർ ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ഇത് കണ്ട നമ്മുടെ മറൈനറാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വേണ്ടി വണ്ടി എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ അവിടെ ഹെലനയും നമ്മുടെ എനോറയും കപ്പലിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അങ്ങനെ കപ്പലിൻ്റെ അകത്ത് കയറിയതിന് ശേഷം അവർക്കുള്ള ഫുഡൊക്കെ നേരെ താഴെ പോയി മീനൊക്കെ പിടിച്ചുകൊണ്ട് അതും ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മറൈനറും നമ്മുടെ എനോറയും തമ്മിലൊരു ആത്മബന്ധം ഇപ്പോൾ വരികയാണ്. ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പാണ്, ഇപ്പോൾ അച്ഛൻ മോള് റിലേഷൻഷിപ്പാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ മറൈനറെ ശരിക്കും ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ എനോറയെ. അങ്ങനെ എനോറയ്ക്ക് നീന്താനൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മുടെ എനോറയെ നീന്താനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം നമ്മുടെ മറൈനർ നമ്മുടെ എനോറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം ഹെലനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹെലനെ നോക്കുമ്പോൾ ഹെലനക്കും ശരിക്കും ആശ്ചര്യപ്പെട്ട് പോവുകയാണ്. ശരിക്കും എനിക്ക് എന്താണ് പറ്റിയെന്നുള്ളൊരു ചിന്തയൊക്കെയാണ് ശരിക്കും വരുന്നത്. അങ്ങനെ ശരിക്കും എല്ലാ കാര്യവും കടലിൽ എന്ത് ചെയ്യണമെന്നുള്ള സർവേ ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ എല്ലാ കാര്യവും നമ്മുടെ മറൈനർ നമ്മുടെ എനോറയ്ക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് എനോറയെ ഭയങ്കര ഇഷ്ടമാവുകയാണ് നമ്മുടെ മറൈനർ. ഒരു മോളെ പോലെയാണ്, അതായത് ഒരു മകളെ പോലെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതേ സമയത്ത് കടലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടവർ കാണുകയാണ്. അവിടുത്തെ ഒരാൾ വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ഇവിടെ എന്ത് ഭക്ഷണ സാധനങ്ങളും വേണ്ടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മറൈനർ മനസ്സിലാവുകയാണ്. പെട്ടെന്ന് തന്നെ പോയി തല വെച്ച് കൊടുക്കണോ, അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോയാൽ പോരെയെന്ന് നമ്മുടെ മറൈനർ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ മറൈനറിന് ഒട്ടും വിശ്വാസം വരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ നേരെ അടിയിൽ പോയിട്ട് അവൻ്റെ അതായത് ഒരു ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്. ഇതേ സമയം മുട്ട അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മറൈനർ നോക്കുമ്പോൾ അടിയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു ബൈക്ക് പോലെ, അതായത് വാട്ടർ ബൈക്ക് പോലെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മറൈനറിന് കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ബോട്ട് തിരിക്കുകയാണ്. ആ ബോട്ട് തിരിക്കുന്ന നമ്മുടെ മുട്ട കാണുകയാണ്. പെട്ടെന്ന് പോയി അവരെ പിടിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് നമ്മുടെ മുട്ട പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടയുടെ ഇതും കേട്ടുകൊണ്ട് നേരെ അവർ നമ്മുടെ മറൈനറിന് ആ കൊച്ചിനെ വേണ്ടി പിടിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ മറൈനർ ആരെ മോൻ അടിച്ചൊക്കെ അതിനെ തൂഫാനാക്കിയിട്ട് അവിടെ നിന്ന് നേരെ രക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു പാരച്യൂട്ട് ഇടുന്നുണ്ട്. പിന്നെ കപ്പലിൻ്റെ അതായത് ഈ ബോട്ടിൻ്റെ സ്പീഡ് അവർ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്, കാരണം കാറ്റിനെതിരെയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ മറൈനർ ചോദിക്കുന്നത് ഈ കൊച്ച് ആരാണ്, നീ മര്യാദയ്ക്ക് പറഞ്ഞോളാൻ പറയുമ്പോൾ ഈ കൊച്ചിൻ്റെ ബാക്കിൽ ഒരു മാപ്പ് ഉണ്ട്, ആ മാപ്പ് തപ്പിയാണ് വന്നിരിക്കുന്നത്. നിൻ്റെ അത് എത്ര നാളെ ഞാൻ ചോദിക്കുന്നത്, ഈ ലാൻഡ് എവിടെ, ഞങ്ങൾ ലാൻഡിലോട്ട് കൊണ്ടോ, നീ മണ്ണ് എവിടെ നിന്ന് കട്ടുകൊണ്ട് വന്നത്, എടി മണ്ണിന് ആ ലാൻഡ് ഇല്ലാത്തൊരു ഇത് മാത്രമാണ്. അവിടെ മറൈനർ പറയുന്നുണ്ട് ലാൻഡിനോട് സംഭവമില്ല, പിന്നെ നീ എവിടെ നിന്ന് മണ്ണ് കൊണ്ടുവന്നതെന്ന് നമ്മുടെ ഹെലനെ ചോദിക്കുമ്പോൾ നിനക്കത് അറിയണോ, നിനക്ക് അറിയണമെങ്കിൽ നീ എൻ്റെ ഒപ്പം വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മുടെ എനോറേനെ അവൾ ഒറ്റക്കാക്കിയിട്ട് നമ്മുടെ മറൈനും ഹെലനയും കൂടി നേരെ അടിയിലോട്ട് പോവുകയാണ്. അടിയിലോട്ട് പോകുമ്പോൾ എന്തിനായിരിക്കും ഒരു അടിയിലോട്ട് പോകുന്നത്, ശരിക്കും മണ്ണ് കാണിക്കാനല്ലേ കൊണ്ടുപോകുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകം മൊത്തം ഇപ്പോൾ കടലിൻ്റെ അടിയിലാണ്, കാരണം മഞ്ഞുരുകി ലോകത്തുള്ള എല്ലാ ഫ്ലാറ്റും എല്ലാ വസ്തുക്കളും ഇപ്പോൾ മണ്ണിൻ്റെ അതായത് കടലിൻ്റെ അടിയിലാണ് കേട്ടോ. അങ്ങനെ കടലിൻ്റെ അടിയിൽ കാണുന്ന ഫ്ലാറ്റ് എല്ലാം ഇപ്പോൾ നമ്മുടെ എനോറ അതായത് നമ്മുടെ ഹെലനെ കാണുകയാണ്. അങ്ങനെ നേരെ അടിയിലോട്ട് പോയിട്ട് അടിയിലുള്ള മണ്ണാണ് ഇവൻ പിറക്കി, അതായത് ഇവൻ എടുത്തുകൊണ്ട് വന്നിട്ട് മുകളിൽ കൊണ്ട് വിൽക്കുന്നതെന്ന് നമ്മുടെ ഹെലനയുടെ അടുത്ത് പറയുകയാണ്. ഈ മണ്ണാണ് ഞാൻ മുകളിൽ കൊണ്ട് വിൽക്കുന്നത്, എനിക്ക് മനസ്സിലായോ, ഈ ലോകത്ത് എവിടെയും ഭൂമി കര കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് നമ്മുടെ മറൈനർ ആണെങ്കിൽ നമ്മുടെ ഹെലനോട് പറയുകയാണ്. അങ്ങനെ അവർക്ക് അവസാനമായിട്ട് അതായത് അവൾക്ക് അവസാനത്തെ ആ ഒരു പ്രതീക്ഷയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് എനോറ മാത്രമാണ് ഇപ്പോൾ ആ കപ്പലിലുള്ളൂ. എനോറ കുറച്ച് ആൾക്കാരെ കൊണ്ട് വരുന്നത് കാണുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ പോയി ഒളിച്ചിരിക്കുകയാണ്, കാരണം ഇവളെ പിടിക്കേണ്ടിരിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മുട്ടയും ബാക്കിയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ മറൈനറിൻ്റെ കപ്പൽ വളഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുകളിലോട്ട് കയറി വരും നമ്മുടെ മറൈനെയും നമ്മുടെ ഹെലനെയും തോക്കുമുനെയും നിർത്തുക. മര്യാദ കൊച്ചിനെ എനിക്ക് തന്നു, ഇല്ലെങ്കിൽ നിന്നെ ഇവളെ ഞാൻ നേരെ ഹേമരാജിൻ്റെ അടുത്തോട്ട് വിടും.
ഇതേ സമയത്ത് 2 വെടി വെക്കുമ്പോൾ തന്നെ ഇവൾ ആകെ പേടിച്ച് പോവുകയാണ്. അവരെന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഒച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ആ കുട്ടി ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരികയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ മറൈനർ ഹെലനയും കൂടി അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ഇതിൽ നേരെ, അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരും കൊന്നു കളയും എന്നുള്ള അറിയാമായിരുന്നു. അവർ രക്ഷപ്പെടുകയാണ്. പക്ഷേ നമ്മുടെ എനോറയെ ഇപ്പോൾ ആ മുട്ട പിടിച്ചിടും പോയിരിക്കുകയാണ്. അങ്ങനെ അവർ നേരെ കടലിലോട്ട് താഴുകയാണ്. നമ്മുടെ ഹെലനക്കാണെങ്കിൽ അധികം നേരമൊന്നും കടലിൻ്റെ അടിയിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, നമ്മുടെ മറൈനറിന് ഒരു മ്യൂട്ടേഷൻ ആയതുകൊണ്ട് അവനിക്ക് നല്ല രീതിക്ക് കടലിൻ്റെ അടിയിൽ നിൽക്കാൻ പറ്റും. അങ്ങനെ ബ്രീത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഹെലനക്ക് മറൈനർ. ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ എനോറെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്? അങ്ങനെ അവർ പോയതിന് ശേഷം നേരെ മുകളിലോട്ട് വരുമ്പോഴാണെങ്കിൽ അവൻ്റെ കപ്പൽ ഫുൾ അടിച്ച് നിരപ്പാക്കിയിട്ടിരിക്കുകയാണ്. ഈ കപ്പലുകൊണ്ട് പോയി എന്തായാലും എനോറയെ രക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് നമ്മുടെ മറൈനർ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മാഡ് സയൻറ്റിസ്റ്റ് അവൻ്റെ എയർ ബലൂണിൽ അങ്ങോട്ട് വരികയാണ്. നമ്മുടെ മുട്ട ചോദിക്കുന്നുണ്ട്, ആ മാപ്പ് എങ്ങോട്ടേക്കാണ് മോളെ, ഒന്ന് പറ പ്ലീസ്, കോലിമിഠായി വാങ്ങിത്തരാം, ഒന്ന് പറ മോളെ, ഒന്ന് പോടാപ്പാന്നുള്ള ഒരു ഇതിൽ അവളാണെങ്കിൽ ഒരു പുച്ഛഭാവത്തോടുകൂടി അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് ഒരു സന്തോഷം, നമ്മുടെ എന്നോർക്ക് ഒരു സന്തോഷമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് അവർക്ക് ഒരു വഴിയില്ലാണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കണം മാഡ് സയൻറ്റിസ്റ്റ് നേരെ വരികയാണ്. മക്കളെ അപ്പാപ്പനെത്തിയടാ, വേഗം പോരെന്ന് പറയുക കേട്ടോ. അങ്ങനെ അവരെ രണ്ടുപേരും നേരെ ആ എയർ ബലൂൺ കയറ്റിയിട്ട് നമ്മുടെ വേറെ കുറേ ആൾക്കാർ സർവേ, അതായത് ആ ഒരു ദ്വീപ് നശിപ്പിച്ച സമയത്ത് കുറേ ആൾക്കാർ സർവൈവ് ചെയ്ത സ്ഥലത്തോട്ട് നമ്മുടെ മറൈനറിനെ ഹെലനയും കൂടി പോവുകയാണ് നമ്മുടെ അപ്പാപ്പൻ. ഇതേ സമയത്ത് പറയുന്നുണ്ട്, നമ്മുടെ മറൈനർ പറയുകയാണ്, എന്തായാലും എനോറയെ രക്ഷിക്കും, ഞാൻ അതിന് വേണ്ടി ഇപ്പോൾ പോകുന്നത്. പക്ഷേ നിനക്ക് എന്തറിയാം അവരെക്കുറിച്ച്? എനിക്ക് എന്തായിക്കോട്ടെ, എനിക്ക് എന്ത് സംഭവിച്ചിട്ട്, പക്ഷേ ആ ഒരു കൊച്ചു കുട്ടിയെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മറൈനർ അവിടെ നിന്ന് പോവുകയാണ്. കാരണം അത്ര ഇഷ്ടമാണ് ഇപ്പോൾ എനോറയെ നമ്മുടെ മറൈനറിന്. അങ്ങനെ ഒരു പൊളിഞ്ഞ കപ്പലുണ്ട്. ആ ഒരു പൊളിഞ്ഞ കപ്പലിലാണ് ഇപ്പോൾ ഈ ഒരു കൊള്ളസംഘം നിൽക്കുന്നത് കേട്ടോ. ഇതേ സമയത്ത് വേറൊരുത്തമെന്ന് പറയാൻ മുട്ടയുടെ അടുത്ത് ആൾക്കാരൊക്കെ വയലൻ്റ് ആകാൻ തുടങ്ങി. കാരണം നമ്മൾ കുറേ നാളായില്ലേ ഇപ്പോൾ അവരെ കരയിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഭയങ്കര വയലൻ്റ് ആയിരിക്കുകയാണ്. നീ ഒന്ന് വന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. കാരണം അവിടെയുള്ള എല്ലാ ജനങ്ങളെയും ഇവൻ പണിയെടുപ്പിക്കുന്നത് എന്തെങ്കിലും നിങ്ങളെ കരയിലോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു വിശ്വാസത്തോട് കൂടി, അതായത് ആ ഒരു വിശ്വാസം കൊടുത്തുകൊണ്ടാണ് അവരെല്ലാം അടിമകളായി വെച്ചുകൊണ്ട് ഇവൻ പണിയെടുപ്പിക്കുന്നത്. അതിലൊരുത്തൻ ചോദിക്കുക, നീ കുറേ നാളായി ഞങ്ങളെ പറ്റിക്കുന്നത്, ഇനിയെങ്കിലും നടക്കോ? നിങ്ങളെ തീർച്ചയായിട്ടും ആ ലാൻഡിലോട്ട് കൊണ്ടുപോകും. അതിനുള്ള ഒരു വഴിയും എനിക്ക് തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതിയെന്ന് നമ്മുടെ ഒറ്റക്കണ്ണ മുട്ട പറയുകയാണ്. ഈ കുട്ടിയാണ് ലാൻഡിലോട്ടുള്ള വഴിയെന്ന് പറയുകയാണ്. എല്ലാവരും പോയി വേഗം പണിയെടുക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ കരയിലോട്ട് പോകാനുള്ള സന്തോഷത്തിൽ എല്ലാവരും പോയി നല്ല പണിയെടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ മറൈനറാണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ് ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ പറ്റുമോ, അതായത് പറ്റുമോ ഇല്ലയെന്നൊക്കെ നോക്കാം. അങ്ങനെ മറൈനർ വന്നിട്ട് പറയുകയാണ്, എടാ മൊട്ടേ, എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ സാമ്രാജ്യം എന്നെ നീ മൊട്ടാന്ന് വിളിക്കുന്നോ? ആ അതെന്തിലാവട്ടെ, എന്തിനാണ് നീ വന്നത്? മര്യാദക്ക് ആ കുട്ടീനോട് തന്നേക്ക്, ഇല്ലെങ്കിൽ നിൻ്റെ ജീവൻ ഇപ്പം ഞാൻ എടുക്കുമെന്ന് പറയുകയാണ്. ഓഹോ, നീ എൻ്റെ സ്ഥലത്ത് വന്ന് എന്നെ വെല്ലുവിളിക്കാറായോ? ആ അതെ, ഇല്ലെങ്കിൽ അത് പെട്രോൾ ടാങ്കാണ്, ഇതിലോട്ട് ഞാൻ തീ കത്തിച്ച് അങ്ങോട്ട് ഇടും, പിന്നെ കാര്യം തീരുമാനമാവും. അപ്പം നീ മരിക്കില്ലേ? ആ എനിക്ക് വലിയ ഭയമൊന്നും ഇല്ലടാ, ഞാൻ രക്ഷപ്പെടാൻ ഞാൻ നോക്കിക്കോളാമെന്ന് പറയുകയാണ്. അന്ന് നീ ഇടാൻ പറയുകയാണ്. അവിടെ മറൈനർ വേറെ ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ കത്തിച്ചതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. പെട്രോൾ ടാങ്ക് ആയതുകൊണ്ട് വേറെ ഒന്നും നോക്കില്ല, അടിയിലുള്ള എല്ലാവരും കാര്യം തീരുമാനം. വലിയൊരു ബ്ലാസ്റ്റ് അവിടെ നടക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് മുട്ടയാണെങ്കിൽ ആ ഒരു കുട്ടീനോട് അവിടെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ, എന്നെ വിടടാ മുട്ടയെ, വിടടാ, മിണ്ടാ ഐഡിയ അവിടെ, ഞാൻ നിന്നോട് പോവുകയാണെന്ന് പറഞ്ഞ് നേരെ ഒരു ഫ്ലൈറ്റ് എടുത്ത് പോകാൻ നേരത്തെ നമ്മുടെ മറൈനർ ആണെങ്കിൽ ആ ഫ്ലൈറ്റ് നൈസായിട്ട് തകർത്ത് കളയുകയാണ്. അങ്ങനെ മറൈനർ ചാടി വന്ന് ആ ഒരു ഹുക്കിട്ട് പിടിച്ച് നേരെ ആ കുട്ടീനെ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ മറൈനർ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് നമ്മുടെ പറക്കും ബലൂണായിട്ട് നമ്മുടെ ഹെലന അങ്ങോട്ട് വരികയാണ്. ഹെലന വേറൊരുത്തരുണ്ടാകും, അവർ രണ്ടുപേരും വരികയാണ്. അങ്ങനെ ഒരു കയറിട്ട് കൊടുക്കുകയാണ് നമ്മുടെ മറൈനറിനും അരോണക്കും. രണ്ടുപേരും കയറി പിടിച്ച് കയറാൻ നേരത്താണ് നമ്മുടെ മുട്ടയും വരികയാണ്. എന്നെ കൊണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ മുട്ട വന്നത് എന്തിനാ? ആ കുട്ടീനെ പിടിക്കാൻ വേണ്ടിയാണ്. എനിക്ക് കിട്ടാത്ത ഒന്നും നിങ്ങൾക്കും കിട്ടണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ കുട്ടിയുടെ കാലം പിടിച്ച് വലിക്കുന്നുണ്ട്. ഒറ്റ തലക്കൊരു സാധനം വെച്ച് എറിയുകയാണ്. അവിടെ ഹെലൻ നേരെ അവൻ താഴത്തോട്ട് വീഴുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മറൈനറും നമ്മുടെ അരോണയും ഹെലനും എല്ലാവരും സന്തോഷമായിട്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് മുട്ടയാണെങ്കിൽ ആ കുട്ടീനെ അടിച്ച് നേരെ താഴത്തോട്ട് ഇടുകയാണ്. ആ കുട്ടിയാണെങ്കിൽ നേരെ കടലിലോട്ട് വീഴുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ മുട്ടയുടെ കുറച്ച് ടീംസ് ഉണ്ട്, അവരിങ്ങനെ ട്രയാങ്കിൾ പോലെ നിൽക്കുകയാണ് കേട്ടോ. 3 ഭാഗത്തു നിന്നും ആ കുട്ടീനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പാഞ്ഞു വരികയാണ് സ്പീഡ് ബോട്ടിൽ. ആർക്കാണ് കിട്ടാൻ പോകുന്നത് നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ മറൈനറാണെങ്കിൽ വേറെ ഒന്നും നോക്കില്ല, അവൻ്റെ കാൽമുട്ട ആ കയർ, അതായത് ആ എയർബലിൽ നിന്നൊരു കയർ കാൽമുട്ട കിട്ടുകയാണ്. നേരെ എന്നിട്ട് ആ വെള്ളത്തിലോട്ട് ചാടുകയാണ് അവിടെ മറൈനർ. ഇതേ സമയത്ത് 3 സ്ഥലത്തുനിന്ന് പാഞ്ഞുകയാണ്. അങ്ങനെ നേരെ മറൈനർ പോയിട്ട് ആ കൊച്ചിയോട് നേരെ വരികയാണ്. 3 പേരും കൂട്ടിയിടിച്ച് മുട്ടയുടെ കാര്യത്തിലൊരു തീരുമാനം, മുട്ട ഓംപ്ലേസിലാവുകയാണ്. അവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമാവുകയാണ്. അങ്ങനെ ആ 3 പേര് അവിടെ വെച്ച് തന്നെ കലാസാവുകയാണ് കേട്ടോ.
ഇതേ സമയത്ത് എയർ ബലൂണിൽ അവരിങ്ങനെ ദിക്കറിയാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അവരെ കയ്യിലുള്ള ഫുഡ് എല്ലാം തീരുകയാണ് കേട്ടോ. അങ്ങനെ ആ കുട്ടിക്ക് അവസാനത്തെ തുള്ളി വെള്ളവും നമ്മുടെ മറൈനർ കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു കിളി വന്ന് അവരുടെ ആ എയർ ബലൂണിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ഓർക്കുകയാണ്, അല്ല ഇത് എവിടെ നിന്ന് ഈ ഒരു കിളി വരാൻ, കാര്യമൊന്നും ഇല്ലല്ലോ, പിന്നെ എവിടെ നിന്ന് കിളി വരാമെന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടൊരു ലാൻഡ് അവരെ കണ്ണിൽ പെടുകയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു ലാൻഡ് ഉണ്ടെന്ന് പോലും അവർ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. നല്ല പച്ച നിറച്ചിൽ പച്ച പരവതാനം വിരിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ ആ ഒരു വയറ് നിറയെ ശുദ്ധജലം കുടിക്കുകയാണ്. അങ്ങനെ ഒരു ഹട്ടിലോട്ട് വരികയാണ് കേട്ടോ. ആ ഹട്ടിലൊരു മാപ്പ് ഉണ്ടാവും. നമ്മുടെ അരോണയുടെ ബാക്കിൽ എങ്ങനെയാണ് വരച്ചു വെച്ചാൽ ആ മാപ്പ് തന്നെയായിരുന്നു. ശരിക്കും ഇത് അരോണയുടെ അച്ഛനും അമ്മയായിരുന്നു. ഇത് ഒരു സിഗ്നലായിട്ടാണ് ആ കുട്ടീനെ അയച്ചത്. ഇതേപോലത്തെ ഒരു ലാൻഡ് ഉണ്ട്, ആരെങ്കിലും ഇങ്ങോട്ട് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെയാണ് ഈ കുട്ടീനെ അങ്ങോട്ട് അയച്ചത് കേട്ടോ. അവൻ്റെ അച്ഛനും അമ്മയും അവിടെ അതായത് അരോണയുടെ ആ കൊച്ചു കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ കെട്ടിപ്പിടിച്ച് മരിച്ച് കിടക്കുകയാണ്. ഇതേ സമയത്ത് എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ മറൈനർ മാത്രം ഹാപ്പിയല്ല. അവനിക്ക് ഇതൊന്നുമല്ല ഇഷ്ടം, അവനിക്ക് എപ്പോഴും കടലിൽ ജീവിക്കാൻ മാത്രമാണ് ഇഷ്ടം. പക്ഷേ നമ്മുടെ ഹെലനക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഹെലനെയും നമ്മുടെ മറൈനയും നമ്മളിപ്പോൾ നല്ല ഇഷ്ടത്തിലൊക്കെ ആണല്ലോ. അങ്ങനെ നമ്മുടെ മറൈനർ പറയുകയാണ്, ഞാൻ വീണ്ടും കടലിലോട്ട് തന്നെ പോവുകയാണ്, ഇനിയും ആൾക്കാരൊക്കെ പെട്ട് കിടക്കണം, അവർക്ക് ഈ ഒരു റൂട്ട് ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഹെലനെ പറയുകയാണ്, നീ നോക്കി പോണേ, നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ കുറച്ച് സസ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ മറൈനർ ഹെലനോട് യാത്ര പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ശരിക്കും ഇവരിപ്പം നിൽക്കുന്നതാണ് ഹിമാലയം പർവ്വതം മാത്രമാണ് വെള്ളത്തിൽ മുങ്ങിപ്പോകാത്തത്. അങ്ങനെ അവർ ലാൻഡിലെത്തുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് ഹാപ്പി എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഇതിലും കിടിലൻ മൂവിയായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ പറയാവുന്നതാണ്. കാണുന്നവരെ ചെറിയൊരു ബൈ.